ഓരോ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും, പ്രതികരണങ്ങളായിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പ്രൊമോഷൻ വേണം, പക്ഷേ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല. യെസ്, അൽഫോൺസ് പുത്രൻ ചേട്ടനാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസന്റർ എന്നുള്ള ഒരു പേര് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ക്യാരക്ടറുകൾ ആര് കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ അന്നേരം പ്രസന്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ കൂടെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനും ഒപ്പം ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയുടെയും എഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ്. സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്നും പറയാം. സിനിമ കുറച്ചൊന്ന് ലേറ്റായി. ഷൂട്ട് നമ്മൾ 2022 അത് എൻഡിലോടുകൂടെ ഷൂട്ട് പൂർത്തിയായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ ഇത്തിരി താമസിച്ചിരുന്നു. അത് സാങ്കേതിക കാരണങ്ങളാണ്. അതിനുശേഷം റിലീസ് ടൈമോ അതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. മൂവി കുറച്ച് മുമ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു സമയം റിലീസിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം ഓണം ആ ഒരു കാലത്ത് ഇറങ്ങേണ്ട തരത്തിലുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. അതുകൊണ്ട് ഈ ഒരു സമയം പിടിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ജാനുവരിയിലൊക്കെ ഇറങ്ങിയിരുന്നതാണ്. ആ ഒരു ചോദ്യം നേരിടേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊരു സ്പോർട്സ് ഡ്രാമ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിന്റെ ഒക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ്. അതിൽ തന്നെയാണ് ഹൈലൈറ്റ്. അതിലൊരു പശ്ചാത്തലം ബാഡ്മിന്റൺ ആകുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഒരു 16-17 വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ അവൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിന്റൺ പ്ലെയർ ആവുക, അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നർ ആകുക, തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവൻ അതിലേക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. ആ സമയത്ത് അവൻ അതിനുവേണ്ടി തേടുന്ന വഴികളും ആ വഴികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറത്തൊരു കണക്ഷൻ, ഫാമിലിയുടെ ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ കുറെ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ബാഡ്മിന്റൺ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും. ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിന്റൺ കളിക്കും. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കല്ലോ, അങ്ങനെയൊക്കെ കളിക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്, അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടക്കെട്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം, ലൈക്ക് എങ്ങനെ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അതെന്തായാലും വർക്കിൽ റിഫ്ലക്ട് ചെയ്യും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ സിനിമ റിലീസ് ആവട്ടെ. അല്ല, ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ മൊത്തം. അപ്പൊ അത് ആ ഫിലിമിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. സിനിമ റിലീസൊക്കെ നിങ്ങൾ പോയി കാണും, അത് മനസ്സിലാവും. ടീനേജ് ബോയുടെ ലവ് സ്റ്റോറി നമ്മൾ കണ്ടു, ആ വേഷം നമ്മൾ കണ്ടിട്ടു. അതൊന്നും എത്രത്തോളം ഡിഫറെന്റ് ആയി. ഈ സിനിമയിലെ ഫാനിലായാലും സിനിമയിലായാലും നമ്മളൊരു വേറെ മാറ്റിയാണ് കാണുന്നത്. കഥാപാത്രമാണ് എത്രത്തോളം പാടാണ് അതൊരു കഥാപാത്രം മോൾഡ്. അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ
മാത്യു അതിന് മുമ്പ് ചെയ്ത ഇപ്പം പറഞ്ഞ സിനിമകളിൽ ഈ റോംകോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിന്റൺ കാര്യത്തിലായാലും മാത്യുവിനെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു 2 മന്തിൻ്റെ അടുത്തൊരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരുപക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീല് വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്ത് പറയുന്നത് ഒരുപാട് സന്തോഷം. താങ്ക് യു. അതിപ്പം ഓണത്തിന് ഇറക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചും കൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നത് കൊണ്ടും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്. അങ്ങനെയൊന്നുമില്ല, ഫാനിന്റെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാച്ചിങ് വഴിയാണ്. അപ്പോൾ ഞങ്ങള് തമ്മിൽ ഫാമിലി ആയിട്ട് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പൊ അങ്ങനെ സഞ്ജു ചേട്ടൻ വന്ന് പറഞ്ഞു കഥ. ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത്. ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ അലീഗിന്റെ കൂടി ചെയ്യുമ്പോ എങ്ങനെയുണ്ട് കട്ടപ്പിടിച്ചെന്നോ? പിടിച്ചേക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് അനിക്കയും നമി ചേച്ചീനെ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു. സോ എനിക്ക് നമ്മള് BTS ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ നല്ലതായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു. സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടി തോന്നിയില്ല. ഒരു ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല. എനിക്ക് ഒരു റീഅഷുറൻസ് എനിക്കൊരു നല്ല സ്പേസ്, ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെയായിരുന്നു. സോ അങ്ങനെ പിടിച്ചു നിൽക്കാനോ അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ചിൽ. നമ്മുടെ ആ സമയത്ത് ലൊക്കേഷൻ അറിയാലോ, അതിന്റെ പങ്കിട്ടുണ്ടാകും. ഞാനെങ്ങനെ തോന്നി എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ, ഒരു ചെറിയ വേഷം അഭിനയിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു എനിക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനുള്ളതാന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ചീത്ത പറയാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ചും പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കാണോ മറ്റില്ല. ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാനത് ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയുള്ളൂ ഈ സിനിമയെ കുറിച്ച്. ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കണം. ഞാനവിടെ വരിക, അഭിനയിക്കാൻ തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദരൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നവരാണ്. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേർക്ക് നല്ല രീതിയിലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കുന്ന വന്നപ്പോൾ അവിടെ എനിക്കധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ എന്നാൽ കൂടുതൽ പ്രമോഷൻസ് ചെയ്യുന്ന ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന പല ചിത്രങ്ങളും വിജയിക്കുന്നതാണ്. ഇപ്പൊ ഓണത്തിന് നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മാത്രമല്ല തോന്നുന്ന ചിത്രങ്ങളുണ്ട്, എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാൻ തന്നെ വലിയ വിജയം നേടിയ ചിത്രങ്ങളും ഉണ്ട്. അപ്പൊ ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് വലിയ കടമാണ് എങ്ങനെയാണ്? അല്ല, പ്രൊമോഷൻ വേണം. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല. ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും
സംസാരിക്കുള്ളൂ. അല്ലെ നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും. എന്താ പറയുക, നമ്മുടെ സിനിമകളായപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ. പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു നോൺ ഷോ കഴിഞ്ഞ ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞു കേട്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഹിറ്റ് ആവുന്നത്. ഇപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ, ഏത് വലിയ സിനിമ എടുത്താലും ചില സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും. പിന്നെ പ്രൊമോഷൻ അതിന് ഒന്ന് പുഷ് ചെയ്യും എന്ന് മാത്രം. തമിഴ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ കുറച്ചൊരു ഡെപ്ത് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന നല്ല കഥാപാത്രങ്ങളാണ് തീർച്ചയായും. പക്ഷെ ഏറ്റവും കൂടെ ഡെപ്ത് ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ വരുന്നുണ്ട്. മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല? കുറച്ച് അല്ലെങ്കിൽ ഈ സ്ഥിരം റൊമാൻറ്റിക് അല്ലാത്ത ടൈപ്പ് ബോർഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? തമിഴിൽ അങ്ങനെ കിട്ടിയത് മൈ ലക്കാണ്. നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി, വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി. സോ ദാറ്റ്സ് ഓൾ പ്യുവർലി ലക്ക് ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ മലയാളത്തില് ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ വെയിറ്റിംഗ് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി. അങ്ങനെ നല്ലത് കിട്ടിയാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റ് നല്ലതിന് വേണ്ടിയിട്ട്. നമ്മൾ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ, ആളുകളുടെ സ്പോർട്സ് ജീവിതമാണ് ഉണ്ടാവുക. അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധു ഒക്കെ അറൌണ്ട് 56 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടവും ബാഡ്മിന്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അവർ ഫാമിലി അത്ര ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങനെ ലെജൻസിന്റെ എന്തെങ്കിലും എടുത്തിട്ട് കപ്പൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്? മാത്യുവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് ഇതിന്റെ റൈറ്റേഴ്സ് ഡെൻസൺ ഡ്യൂറോം ആൻഡ് അഖിലേഷ് ലതാരാജ്. അപ്പൊ അവര് എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ, ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസിഡൻസ് നമ്മൾ മാത്യുവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോദിച്ച പോലത്തത് നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. ആ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അതിന് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളുള്ളത് തന്നെ തമിഴിൽ നിന്ന് വരുന്ന ഇത് സ്പോർട്സ് ഡ്രാമകൾ കാറ്റഗറൈസ് ചെയ്യല്ല. എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ലബർ പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു. ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ സാർപ്പട്ട് പറമ്പേ സ്പോർട്സ് ഇൻവോൾവ് ആണ്. ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഒരു വിൻ ചെയ്യണമെങ്കിൽ ടാലന്റ് തന്നെയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫാമിലിയുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ ആ ചോദിച്ച പോലെ ഇല്ല, ഞാൻ അതിന് ഇതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എനിക്കത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അത് ഒരു പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ ആ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. പല രീതിയിൽ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് ഭീഷണി കൊണ്ടുവരാൻ രീതിയിലാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കാണ്ട് മാത്രം ചോയ്സാണ് അയാൾക്ക്. അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക. 1000 ദിവസമായാലും പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, എന്താ പറയുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല. പിന്നെ അതിന്റെ പുറകിലും ഉണ്ടാകുന്ന വിവാദങ്ങൾ അറിയാലോ. ഓരോ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രതികരണങ്ങളായിരിക്കും. അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. സർ, ഈ രജനീകാന്ത് സാറായിട്ടൊരു ഫോട്ടോയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ്, എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും കൂടിയാണ്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെൽസനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ ലോകേഷിനെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെ വിളിക്കുന്നവരൊക്കെ ആയിട്ട് രജനീകാന്ത് സാർ പടം ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ട് 2018 പറ്റിയിട്ട് എന്താ പ്രിസൈസ് ആയിട്ട് പറഞ്ഞതൊന്ന് ഷെയർ ചെയ്യാം.
2018 കണ്ടിട്ട് സാറ് പറഞ്ഞത് ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിൽ വെള്ളം നിറച്ചത് വീടുകൾ വെച്ച് അങ്ങനെ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തിരുന്നു. സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് ഉണ്ട്. എന്താ പറയുക, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ഇങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് സോറി. മലയാളത്തിൽ ചെയ്യാൻ തിരക്കുള്ളതായതാണോ സെലക്റ്റീവാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു 2 പടം 3 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് റിലീസ് ആവുകയാണ്. നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് സിനിമയിലാണ് അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫോർ മീ ഇറ്റ്സ് ആൻ ആർട്ട്. അതൊരു കലയാണ്. അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. കപ്പിലല്ലേ? കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും നമുക്ക് കേൾക്കുമ്പോൾ. സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നറേറ്റ് ചെയ്തത്, സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നറേറ്റ് ചെയ്തതും. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിയില്ല. ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും എൻ്റെ ഒരു പോർഷനിൽ. അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ്. ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും, ഒരു 2-3 ദിവസം ഞാൻ സമയം ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ മൊത്തം വായിക്കും. ഞാൻ ആം എ റീഡർ. ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സിനിമ ചെയ്യും. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, ഭയങ്കര ആധ്യാത്മികമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ബാങ്കിങ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഓരോ പ്രേക്ഷകനും അവസാനം എന്ത് നടക്കുമെന്ന് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ആകാംക്ഷ ഉണ്ടാവും, വൃത്തി ഉണ്ടാവും. അപ്പൊ ഇത് ബാങ്കിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കപ്പ് സ്പോർട്സ് എടുക്കാൻ കാരണം ബാക്കിയുള്ള സ്പോർട്സ് എടുക്കാൻ? അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയിൽ അസിസ്റ്റ് ചെയ്ത ശേഷം ല്യൂട്ട് സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് 3 പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഡയറക്ടർ ആവണം എന്നുള്ളത്. ഞാനും അങ്ങനൊരു ഡിസിഷൻ എനിക്കും ഉണ്ടായിരുന്നു. തുടർന്ന് പടം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം ആ സിനിമ നടന്നില്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി, പക്ഷെ നടന്നില്ല. പിന്നീട് ആ മുന്നോട്ട് പോയ അത്രയും നേരത്തെ കാലയളവിലെ സംഭവങ്ങളൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതല്ല വേണ്ട മറ്റൊരു സബ്ജക്റ്റ്, അതായത് എന്തെങ്കിലും സ്പെഷ്യലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു യാത്രയുണ്ടല്ലോ, അത് ചില സമയങ്ങളിൽ ഒന്നും അതിനനുസരിച്ച് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ചേതൻ. അപ്പം ഗപ്പി സിനിമയിലെ ചേതൻ. അപ്പം ചേതനെ എനിക്ക് പരിചയമുണ്ട്. ഈ സിനിമയിൽ തന്നെ കാർത്തിക്, വിഷ്ണു അവരെല്ലാം ഗപ്പിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ ആ തരത്തിൽ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് സിനിമ ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഞാൻ ഈ ഒരു കഥയുടെ ഒരു ഓൺലൈനും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ചേതന വെച്ചുള്ള ഒരു സിനിമ, അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ എന്നുള്ള തോന്നലിലാണ്. ബാഡ്മിന്റൺ ഞാൻ നോർമലി കളിക്കാറുണ്ട്. അപ്പം ആ ഒരു തോട്ടിലോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്പെഷ്യലി ഒന്നും കാണിക്കാൻ അതിനകത്ത് മേ ബി ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാഡ്മിന്റണിലേക്ക് പോയി. പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റേ തൂവല്, പറക്കുക, ഉയരുക ഇങ്ങനെയുള്ള വേർഡ് പോലും എനിക്ക് ഭയങ്കര ഫീല് തരുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ബാഡ്മിന്റണിലേക്ക് എത്തുന്നു. അപ്പം ചേതനുമായിട്ടാണ് ഞാനിത് ചേതനൊപ്പം ഒരു സിനിമ ചെയ്യണം. അത് ഇന്നും എൻ്റെ ഒരു ഡ്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചേതനുമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നിന്ന സമയത്ത് അത് നടന്നില്ല. അത് വേറൊരു കാരണം
കാരണം കൊണ്ടൊന്നും നടന്നില്ല. അപ്പം ചേതനും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ചേതന ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ. അങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു പടം ഇറങ്ങിയിട്ട് പിന്നെ ചെയ്യാൻ ഇറങ്ങിയിട്ട് നടക്കാതെ വരികയും വീണ്ടും ഗ്യാപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും വേണം. ആ സമയത്ത് ആരാണ് ഇനി ചെയ്യാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് മാത്യുവിലോട്ട് ചിന്തിക്കുന്നത്. കാരണം അതുവരെ മാത്യുവിനെ ചിന്തിക്കാത്തത് എനിക്ക് ചേതന വെച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട്. ദെൻ മാത്യുവിൻ്റെ അടുത്ത് ഉടനെ എനിക്ക് ചേതന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തന്നെ മാത്യുവിലോട്ട് പോയതാണ്. മാത്യു ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു 2 ദിവസത്തിനുള്ളിൽ യെസ് പറയുകയും പിന്നീട് അങ്ങനെ മൂവ് ചെയ്തത്. അപ്പൊ ഇതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി എന്ത് കാണിക്കാം എന്റെ ആദ്യ സിനിമയിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ബാഡ്മിന്റൺ വന്നത്. ഇവിടെ 4 സിനിമകളിലെ 3 സിനിമകളും സ്ത്രീകളെ പറ്റിയാണ്. അപ്പൊ ഈ മലയാള സിനിമ ഇപ്പൊ ഏറ്റവും വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചർച്ചയാവുന്നത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണ്ടെത്തലുകളുള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് അല്ലെങ്കിൽ സിനിമയിൽ മേഖല വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശുദ്ധിയെ പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട്, ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പൊ ഇതിന്റെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ പരിവർത്തനം എന്തായിരിക്കും എന്നാണ് ജൂഡ് ആന്റണി എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത്? ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അവർക്ക് സ്വയം അറിയാം. ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല. ഞാൻ അസിസ്റ്റന്റായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചാൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത ആരായാലും, ഇപ്പം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അശ്രീ ആയാലും, അപർണ ബാലമുരളി, അന്നാപൻ അല്ലെങ്കിൽ തൻവീറാം, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം ഇല്ല എന്നല്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം പുറത്തുനിന്ന് ആളുകൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതികേട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല. പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ആണിനെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ അടുത്ത് ധന്യവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില. അപ്പോൾ ശരി ധന്യാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു 2 പക്ഷമായിട്ട് നിൽക്കാത്തത്. നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല, അവരെ ഒരു വ്യക്തിയായിട്ട് കാണാന്ന് പറഞ്ഞ പോലെ. ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത്. പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അവൾക്ക് ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മുത്തശ്ശികതയിലും എനിക്കൊരു പ്രായമുള്ള ഒരു അമ്മച്ചിക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന ഒരു ആഗ്രഹം, അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. സാറാസായാലും എന്താ പറയുക, ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2018 എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു കഥയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ്, അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടുള്ളിൽ. ഇപ്പോൾ മമ്മൂക്കനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ലാലേട്ടനെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല. കഥകൾ ഞാൻ അന്വേഷിക്കും, അതിനകത്ത് ഇവരെ പറ്റുമോ നോക്കുന്നല്ലാതെ. അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത്. അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല, സിനിമകൾ ചെയ്യാറില്ല. പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും. നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.